രണ്ടാമൂഴം നല്ല രചനയാണ്. അത് എന്ന് മാത്രമല്ല, എം ടി അതിനകത്ത് അദ്ദേഹത്തിൻ്റെ വേണ്ടവണ്ണം ആളുകൾ തിരിച്ചറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമത് ഈ ഭീമൻ എന്നുള്ള കഥാപാത്രം മഹാഭാരതത്തിൽ നിന്നുള്ളതാണെങ്കിലും ആധുനികമായ അസ്തിത്വ സംഘർഷം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെയാണ് അതിൽ ചിത്രീകരിച്ചത്. എന്ന് മാത്രമല്ല, എം ടിയുടെ ഏറ്റവും ശില്പഭദ്രമായ നോവലും അതാണ്. അതിൽ ഈ ഈ നായക കഥാപാത്രത്തിൻ്റെ ഈ സവിശേഷത, കാരണം ഒരാൾ എം ടിയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് ഈ പിതൃത്വം എന്നുള്ളത്, പിതാവ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഥകളിലും നോവലുകളിലും ഒക്കെ പിതാവ് എന്ന് പറയുന്നത് ഒന്നുകിലൊരു അഭാവമാണ്, അല്ലെങ്കിൽ ഒരു അസാന്നിധ്യമാണ്. പലരും പിതാവ് സന്നിഹിതനല്ലാത്ത ജീവിതമാണ് നയിക്കുന്നത്. ആ പുണ്യയുടെ പ്രശ്നം അതാണല്ലോ, പിതാവ് മരിച്ചുപോയി. അപ്പോൾ ആ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന, അല്ലെ പിതാവിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങൾ വരുമ്പോഴാണ് അവൻ വയലൻ്റ് ആകുന്നത്. അപ്പോൾ അവൻ്റെ അമ്മയോട് തന്നെ അവൻ പിണങ്ങിപ്പോകുന്നതിൻ്റെ കാര്യം മറ്റൊരു പുരുഷൻ അമ്മയുടെ ഒരു രക്ഷകർത്താവായിട്ട് വരുന്നുണ്ടോ എന്നൊരു സംശയത്തിലാണ്. യാഥാർത്ഥ്യമൊന്നും അതിനകത്തില്ല, എങ്കിലും ആ ഒരു സംശയത്തില്ല. തൻ്റെ പിതാവായിട്ട് വളരെ കോന്തുണ്ണി നായരെക്കുറിച്ചുള്ള ആ ഒരു വലിയ സങ്കല്പം അവനുണ്ട്. അപ്പോൾ ആ നോവൽ പിതാവിൻ്റെ അഭാവം വളരെ പ്രധാനമാണ്. ഗോവിന്ദൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിതാവ് നേരത്തെ മരിച്ചുപോയ ആളാണ്. അപ്പോൾ ഭീമൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് ആരാണെന്ന് അറിഞ്ഞുകൂടാ. ഒരു വ്യക്തിയെ സംബന്ധിച്ച്, സ്വതന്ത്ര ബുദ്ധിയായ ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യമാണത്. സമൂഹത്തിന് മുമ്പിൽ അവൻ അപമാനിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ്. അങ്ങനെയുള്ള ഒരുപാട് അപമാനിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് തൊടുത്ത് രണ്ടാമൂഴത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം അമ്മയോട് തന്നെ ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ അച്ഛൻ എന്നുള്ളത്. അതിന് യുക്തിഭദ്രമായ ഒരു മറുപടി അവിടെ കാണുന്നുമുണ്ട്. അമ്മ അത് വ്യക്തമായി പറയുന്നുണ്ട്, ഒരു കാട്ടാളൻ ചങ്ങല പൊട്ടിച്ച പോലെ വന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിന് അന്നത്തെ നിലയിൽ അതിന് ഈ ഒരു വായുദേവൻ എന്നുള്ള ഒരു സങ്കല്പമൊക്കെ കൊടുത്ത് അവതരിപ്പിക്കുന്ന, അത് മിത്തിൻ്റെ ഒരു രീതിയാണ്. മിത്തിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലും ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഗന്ധർവ സേവ എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മുടെ ഒരു കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു ആദ്യത്തെ 20-കൾ 30-കൾ വരെ നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. തകഴിയുടെ കയറിലൊക്കെ അത് വളരെ വിശദമായിട്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട്. തകഴിയുടെ പല കഥകളിലും ഈ ഗന്ധർവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തകഴിയുടെ ചില കഥകളിലെ കഥാംശം എടുത്ത് ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്, ഗന്ധർവ ക്ഷേത്രം. ഭരതനാണ് അതിൻ്റെ കലാസംവിധാനം നിർവഹിച്ചത്. വിൻസെൻ്റ് സംവിധാനം ചെയ്ത സിനിമയാണ്. അപ്പോൾ അത് കേരള മനസ്സിലെ ഒരു സങ്കല്പമാണ് ഇത് ഗന്ധർവൻ എന്നുള്ളത്. അത് സ്ത്രീകൾക്ക് വ്യവസ്ഥാപിത കുടുംബ ബന്ധത്തിന് പുറത്തുള്ള ചില പുരുഷബന്ധങ്ങളെ സൂചിപ്പിക്കുന്നതിനിടുന്ന ഒരു മറയാണ്. ഇത് തന്നെ വാസ്തവത്തിൽ പത്മരാജൻ വളരെ വിദഗ്ധമായിട്ട് ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ഈ ഇതിഹാസത്തിൻ്റെ ഡീമിസ്റ്റിഫിക്കേഷൻ എം ടി നടത്തുന്നുണ്ട്. അപ്പോൾ തന്നെ അതിനകത്ത് ഈ തൻ്റെ പിതൃത്വം, തൻ്റെ സാഹചര്യം, തൻ്റെ സഹോദരങ്ങൾക്കും അമ്മയ്ക്കും സഹോദരന്മാർക്ക് പൊതുവായിട്ടുള്ള പത്നിക്കുമൊക്കെ എല്ലാ കാര്യത്തിലും സംരക്ഷണം കൊടുക്കുന്ന, അവർക്ക് ആശ്രയം കൊടുക്കുന്ന, നിർണായക സന്ദർഭങ്ങളിൽ അവരെ രക്ഷപ്പെടുത്തുന്ന ആൾ ഭീമനാണ്. പക്ഷേ എപ്പോഴും ഫലപ്രാപ്തിയുടെ നിമിഷങ്ങളിൽ അവഗണിക്കപ്പെടുകയും പലപ്പോഴും നിരാകരിക്കപ്പെടുകയും ചിലപ്പോഴൊക്കെ മന്ദൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരാളായിട്ട് അയാൾ മാറുന്നു. അപ്പോഴത് അയാളിൽ ഉണ്ടാക്കുന്ന വലിയ ആത്മനിന്ദ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അങ്ങനെയുള്ള ഘടകങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സാഹിത്യരംഗത്ത് ഈ ദലിത് പരിപ്രേക്ഷ്യത്തെക്കുറിച്ചൊക്കെ ധാരാളമായിട്ട് സംസാരിക്കാറുണ്ട്. അങ്ങനെയുള്ള കൃതികളൊക്കെ ഏതാണ്ട് 90-കളിൽ സി അയ്യപ്പൻ്റെയും പിന്നീട് നാരായൻ്റെയും അങ്ങനെയൊക്കെയുള്ള രചനകളൊക്കെ വന്നപ്പോൾ അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 80-കളുടെ തുടക്കത്തിൽ 84-ൽ പുസ്തക രൂപത്തിൽ പുറത്തു വന്ന ഈ രണ്ടാമൂഴത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇഴ എന്ന് പറയുന്നത് അതിൻ്റെ കീഴാള പരിപ്രേക്ഷ്യമാണ്. അതിൽ ഈ ഭീമൻ്റെ ആദ്യത്തെ ഭാര്യ എന്ന് പറയുന്നത് കാട്ടാള സ്ത്രീയായ ഹിഡിംബിയാണ്. അവരുടെ മകനായ ഘടോത്കചൻ, ഇയാൾ മകനെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ മഹാഭാരത യുദ്ധം വരുമ്പോൾ അവനാണ് രക്ഷിക്കാൻ വരുന്നത്. അവൻ വലിയ വീരനായിട്ട് യുദ്ധരംഗം മുഴുവൻ കലക്കി മറിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവനെ ഒതുക്കാൻ വേണ്ടി, അർജുനനെ കൊല്ലാൻ വേണ്ടി കരുതി വച്ചിരുന്ന വേൽ എടുത്ത് അവൻ്റെ നേരെ എറിഞ്ഞ് അവനെ വധിക്കുകയാണ് കർണൻ ചെയ്യുന്നത്. അപ്പോൾ അതറിയുമ്പോൾ പഞ്ചപാണ്ഡവന്മാരും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണനും ഒക്കെ തന്നെ വലിയ ആഹ്ലാദാരവങ്ങൾ ഉണ്ടാക്കുകയാണ് അവരുടെ ശിബിരത്തിൽ. പക്ഷേ തൻ്റെ മകൻ, കൗമാരം കടന്നിട്ടില്ലാത്ത ആ വീരൻ, അവൻ ഇങ്ങനെ മരിച്ചു എന്നറിയുമ്പോൾ
അതിലൊന്ന് ദുഃഖിക്കാൻ പോലും, പരസ്യമായിട്ട് ദുഃഖിക്കാൻ പോലും പറ്റാത്ത ഒരു വലിയ സംഘർഷാവസ്ഥയിലാണ് ഭീമൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ അതിലൊരു ചെറിയ ഇഴയായിട്ട് MT കൊണ്ടുവന്നിട്ടുള്ള വേറൊരു കഥ, അരക്കില്ലത്തിൽ വെച്ച് ദഹിക്കപ്പെടുന്ന കാട്ടാള സ്ത്രീയും അവരുടെ 5 മക്കളുമാണ്. അത് മഹാഭാരതത്തിലെ ഒരു സൂചനയുള്ള കഥയാണ്. പക്ഷേ ആ കഥാപാത്രങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള MTയുടെ ഒരു ആഖ്യാനമുണ്ട്. അവരോടുള്ള ഇവർ തീയിൽപ്പെട്ട് മരിച്ചു പോകുമല്ലോ എന്ന് പറയുമ്പോൾ അതിസാധാരണമായ നിലയിൽ കുന്തി അതിനെ തള്ളിക്കളയുന്ന, അതൊക്കെ സാരമില്ല, അവരൊക്കെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു സമീപനമുണ്ട്. അതിനെ ഒന്നും ഉൾക്കൊള്ളാൻ ഭീമന് കഴിയുന്നില്ല. അപ്പോൾ MT ഭീമൻ്റെ പിന്നാലെ, ഭീമൻ്റെ സ്വത്വത്തിൻ്റെ പിന്നിൽ നിന്ന് നറേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പല പുതുമകളും അതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. MTയുടെ നോവലുകളിൽ ശില്പഭദ്രമായ രചനയും ഈ തരത്തിലുള്ള സവിശേഷതകളുള്ള രചനയും, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട രചനയും രണ്ടാമൂഴമാണ്. അതിൻ്റേതായ മികവുണ്ട്. പക്ഷേ എങ്കിലും കഥയിലുണ്ടാക്കിയ ആ ഒരു ഉയരത്തിന് ഒപ്പം അദ്ദേഹത്തിന് നോവലിൽ ഉയരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ.